അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലേജിലൂടെയാണ് കേട്ടോ. അടിപൊളി ഒരു ഏരിയയാണ്. ശരിക്കും ഒരു ഊട്ടി മൂന്നാറ് അവസ്ഥ അല്ലേ? മൂന്നാറിനേക്കാൾ തണുപ്പാന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല വലിയ നൈസ് വരുമല്ലോ, പക്ഷെ ഈ സിറ്റിയിൽ നൈസൊന്നുമില്ല കേട്ടോ. ഓ ആ നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഫുള്ള് ക്രിസ്മസ് ട്രീസും ഇവിടുത്തെ വന്നേക്കുന്ന ടൂറിസ്റ്റുകളും. ഇത്രയും ആ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ പരിപാടികളും നമ്മളൊരു സ്ഥലത്തും ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ലാതെ മസാല ക്രാഫ്റ്റ് ഇന്ത്യൻ ക്യൂസിൻ അടിപൊളിയാണ്ടോ ഇവിടെ. വില്ലേജ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ട്രീസിൻ്റെ ഒരു സ്ട്രീറ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ക്രിസ്മസ് ട്രീസാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് നടക്കാൻ നല്ല തണുപ്പുണ്ട്. ആളുകളൊക്കെ നല്ലൊരു ഉത്സവ അന്തരീക്ഷത്തിൽ. ഹാപ്പി ഹോളിഡേ. താങ്ക് യു. എന്താ പറയുന്നത്, എല്ലാവരും ഭയങ്കര ഇതല്ലേ. അങ്ങോട്ടേക്കും ഫുള്ള് ക്രിസ്മസ് ട്രീസ്. സൈഡിലേക്ക് നോക്കി കുതിരവണ്ടി. ഇത് ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷൻ ആട്ടോ. നമ്മളിത് കയറണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പറ്റുവാണെങ്കിൽ നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ കുറേ നടന്നിങ്ങ് വന്നു കേട്ടോ. എത്ര വന്നു കഴിഞ്ഞാലും ഇതുപോലെ ആളുകളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീസും ഒക്കെയാണ്. ഇവിടെ പബ്ലിക്കായിട്ട് തീ കായുന്ന നോക്കി. അടിപൊളി അല്ലേ? ക്രിസ്മസ് ട്രീക്ക് എന്തൊരു ഹൈറ്റിലാണെന്ന് പറയാം. ഇത് ഹിമാലയൻ റെസ്റ്റോറൻറ്റ്, ക്യൂസിൻ ഫ്രം നേപ്പാൾ ആൻഡ് ഇന്ത്യ. ഇതുണ്ടല്ലേ, ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകൾ, നേപ്പാളീസ് ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. തന്നെയല്ല, ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ലോസ് ആഞ്ചൽസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ കണ്ടത്. ലോസ് ആഞ്ചൽസ് ഏരിയയിൽ ഇത്രയും ഇന്ത്യക്കാരെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടും കണ്ടിട്ടില്ല. നമ്മൾ കൂടെ ഇന്ത്യക്കാരെ കണ്ടത് നമ്മുടെ കഴിഞ്ഞ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ ട്രിപ്പിൽ സാൻ ഫ്രാൻസിസ്കോ പോയപ്പോഴാണ്. അതുപോലെ തന്നെ ലേക്ക് ടാഹോയിൽ വെച്ചും കണ്ടു. ഇത്രയും ഇന്ത്യക്കാർ നമ്മൾ ഒരു സ്ഥലത്തും വേറെ കണ്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അകത്തേക്കുള്ളൊരു വഴി കയറിപ്പോയുള്ള വ്യൂസാണ് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തേക്കുണ്ട്. അപ്പോൾ സോസി മാമസ് പിസേറിയയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു നല്ല സ്ഥലമാണെന്നുള്ളൊരു റിവ്യൂ കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായാലും നമ്മളെത്തി. ഓൾറെഡി ഡോണ്ട് വറി. ഓ മൈ ഗോഡ്, ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഇരിക്കുന്ന ആളുകളൊക്കെ അത് കഴിക്കാൻ വേണ്ടി തിരക്കിലേക്ക് തന്നെയാണ്. എൻ്റെ അമ്മ, അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എത്ര മണിക്കൂറാണ് പറഞ്ഞ്? 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അവിടുത്തെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഫുഡ് നോക്കുമ്പോൾ പിന്നെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥലം വേണം. ഒരാൾക്ക് ബർഗർ വേണം, ഒരാൾക്ക് പിസ്സ വേണം, മോൻക്ക് എന്താ പറയുക ഇന്ത്യൻ ക്യൂസിൻ വേണം. അങ്ങനെ അവസാനം കുട്ടികളെയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. വില്ലേജിൽ നിന്ന് നമ്മൾ പതുക്കെ യാത്ര പറയാണ്. അടിപൊളി കേട്ടോ. ഇവിടെ വന്നാൽ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഈ വില്ലേജ് മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. സൂപ്പർ, ഭയങ്കര രസം കേട്ടോ. രാത്രി ആംബിയൻസ് ഇവിടെ. ഇത് നടന്നിട്ട് തീരുന്നില്ല, പല സ്ഥലത്തേക്കും ഉണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് കണ്ടില്ലേ. ഇത് കുറച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഇത്തിരി കുറവാണ്. യെസ്, വണ്ടിയിലേക്ക് എത്തിയിട്ടാ. നമ്മുടെ പ്ലാൻ വീണ്ടും മാറ്റിയിട്ടോ. എല്ലാവർക്കും 7-11 പിസ്സ കഴിക്കണം.
അപ്പോൾ ആഞ്ചസും ഫാമിലിയും മക്ഡൊണാൾഡ്സിൽ പോയി നമ്മൾ 7-Eleven പോയിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പായിട്ട് നമ്മൾ ഇപ്പോൾ ഹീറ്റർ യൂസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 7-Eleven കയറി നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. മോന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോകണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാൽ ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മാക്സിമം മുതലായിക്കൊണ്ടിരിക്കുക. അത് മതി പോരെ. അങ്ങനെ വണ്ടിയിലിരുന്ന് നമ്മുടെ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവർ മക്ഡൊണാൾഡിൽ കയറി ബർഗറൊക്കെ കഴിച്ചു, അവരും എത്തി. നമ്മൾ 7-Eleven നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നേരെ വീട്ടിലേക്ക്. അപ്പം എന്തെങ്കിലും നല്ലൊരു ഗ്യാപ്പ് വരുവാണെങ്കിൽ, നല്ലൊരു വ്യൂ പോയിൻ്റ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ നിർത്തും. അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ബിഗ് ബെയർ സിറ്റിനോട് വിട പറയുകയാണ് ഗൈസ്. നമുക്ക് ചില സ്ഥലത്തൊക്കെ പോയിട്ട് പോകുമ്പോൾ ഒരു വിഷമം വരും. നമ്മളിപ്പോൾ ആ ഒരു വിഷമത്തിലാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ തുടക്കവും വലിയൊരു അവസാനമായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും അട്രാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരെ പോകാനുള്ള പരിപാടിയിലാണ്. ഏതായാലും നമ്മളങ്ങനെ ടൗണ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യമുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ നല്ല ക്ലൈമറ്റാണ്ട് അടിപൊളിയായിരുന്നു. അതല്ല നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കില്ലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ക്ലൈമറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടും കൂടെ വരണത് നല്ലതായിരിക്കും. പോകുന്ന വഴിയിൽ ഫോഗ് കണ്ടു തുടങ്ങി കേട്ടോ. കട്ട ഫോഗാണ്. നല്ല അടിപൊളി ഒരു മൂഡാണ് ശരിക്കും പറഞ്ഞാൽ. മല ഇറങ്ങി ടൗണിലേക്ക് എത്തി. യെസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി. 9:45 സമയം. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. എന്നുണ്ട്, ഇഷ്ടമായില്ലേ? അതെ, അടിപൊളിയായിരുന്നു. നമ്മുടെ നെയ്ബർ വരണ്ടല്ലോ. ഹലോ നെയ്ബർ. Hey. Look for you. Oh really? They're sanitary wipes. Oh yeah, thank Too you. clean. Too clean. Oh, thank you. How was it? Good. Yeah, yeah, it was so amazing. How many hours to get up there? Almost 2 hours. Yeah. Yeah. He's my neighbor. He's giving the things for me as a gift. He's always nice to us. Then where did you go today? Ontario. Ontario? Yeah. Oh, Go with some beds. that's great. Have a good night, brother. All right. Yeah, bye bye. Cold. Too cold. All right, brother. Look Yeah, for thank you. you, thank you. I got more. Yeah, see you. ആൻജസിനും ഫാമിലിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കാരണം അവരെ നമ്മളിങ്ങനെ കുറേ നാളായി ഇതുപോലെ ഒരു ടൂറ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയണേ, നമ്മൾ മറ്റുള്ള ഫാമിലികളും കൂടിയായിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റേതായൊരു കൂടുതലൊരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ ഇന്ന് അവരൊക്കെ ആയിട്ട് പോയി, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിലുപരി കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷകരമായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങി. എന്തായാലും നമ്മൾ വളരെ സേഫായിട്ട് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ